അമേരിക്കൻ പ്രഥമ വനിത മെലാനിയ ട്രംപിനെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നതും മകൻ ബാരൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നതുമായ വിവാദ വീഡിയോയാണ് ഇറാനിലെ തസ്നീം ന്യൂസ് ഏജൻസി പുറത്തുവിട്ടത്. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ്പുമായി ബന്ധമുള്ള മാധ്യമമാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. US-ഇറാൻ ബന്ധം കടുത്ത നയതന്ത്ര സൈനിക അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ഈ ഒരു നീക്കം. മെലാനിയയെ എവിടെ വെച്ച് കൊല്ലാമെന്ന തലക്കെട്ടോടെ പുറത്തിറക്കിയ വീഡിയോയിൽ ന്യൂയോർക്ക് നഗരത്തിൽ മെലാനിയ സഞ്ചരിക്കുന്ന വഴികളും അവർ പതിവായി സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ആഡംബര വസ്ത്രശാലകളുടെ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെലാനിയയുടെ ഫാഷനോടുള്ള താല്പര്യമാണ് അവരുടെ ഏറ്റവും വലിയ ബലഹീനതയെന്നും ഇത്തരം ഷോപ്പിംഗ് യാത്രകൾ ആഗോള സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ആക്രമണം നടത്താൻ അനുയോജ്യമായ അവസരമാണെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നുണ്ട്. അവർ വാങ്ങുന്ന വസ്ത്രത്തിൽ VX എന്ന അപകടകാരിയായ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിഷപദാർത്ഥം കലർത്തി കൊലപ്പെടുത്താമെന്ന ക്രൂരമായ നിർദ്ദേശവും വീഡിയോയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗത്ത് മെലാനിയയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും മകനായ 20-കാരൻ ബാരൻ ട്രംപിനും ഭീഷണി മുഴക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. ബാരൻ ട്രംപ് ഞങ്ങൾക്കായി കാത്തിരിക്കൂ എന്ന സന്ദേശത്തോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. വിവാദ വീഡിയോ പുറത്തു വന്നതോടെ മെലാനിയ ട്രംപിന്റെയും ബാരൻ ട്രംപിന്റെയും സുരക്ഷ US സീക്രട്ട് സർവീസ് ശക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. അതേസമയം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രധാന തെരുവുകളിൽ ട്രംപിനെയും കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ട് കൊലവിളി പോസ്റ്ററുകളും ഭീമൻ ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന്റെ മക്കളായ ഡൊണാൾഡ് ജൂനിയർ, ഇവാങ്ക, എറിക്, ടിഫാനി, ബാരൻ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ചോരയ്ക്ക് ചോര എന്നെഴുതിയ ബോർഡുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ഇറാനിൽ നിന്ന് വധശ്രമം ഉണ്ടായാൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്കൻ സൈന്യത്തിന് മുൻകൂട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും യുദ്ധഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇറാനെതിരെ അതിശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനെ തവിടുപൊടിയാക്കുമെന്നും കനത്ത പ്രഹരമുടൻ ഉണ്ടാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. മധ്യേഷ്യയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ ഈ ഒരു ഭീഷണി ഇറാൻ അപ്പാടെ തള്ളിക്കളഞ്ഞു. ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇറാനെതിരെ US വ്യോമാക്രമണം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ജോർദാനിൽ അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് US വ്യോമാക്രമണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വ്യാപകമായ ലക്ഷ്യങ്ങൾ ആക്രമണ പരിധിയിൽ ഉണ്ടെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാൻ ആക്രമണം തുടർന്നാൽ കനത്ത സൈനിക തിരിച്ചടി നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകൾ ലോകത്തിന്റെ ക്യാൻസർ ആണെന്നും ട്രംപ് വിമർശിച്ചു. സമാധാന ചർച്ചകൾ തുടരുന്നതിനിടയിലും വിവിധ മേഖലകളിൽ പുതിയ ആക്രമണങ്ങൾ തുടരുകയാണ്. പ്രാദേശിക സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. അതേസമയം വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുക്രൈൻ പ്രധാനമന്ത്രി വോൾഡിമർ സെലൻസ്കിയും. അന്തരിച്ച US സെനറ്റർ ലെൻസ്കി ഗ്രഹാമിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി വാഷിംഗ്ടണിലെത്തിയ ഇരു നേതാക്കളും വെവ്വേറെയാണ് വൈറ്റ് ഹൗസിലെത്തി ട്രംപുമായി ചർച്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചകൾ വളരെ പോസിറ്റീവും ഫലപ്രദവും ആയിരുന്നുവെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കെരാനിൻ ലെവിറ്റ് അറിയിക്കുകയും ചെയ്തു. ഇറാനുമായുള്ള സൈനിക നീക്കങ്ങളുടെ അടുത്ത ഘട്ടവും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യവുമായിരുന്നു നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന കാര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ഒരേ നിലപാടാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ പിക്കാക്സ് മൗണ്ടൻ ആണവ നിലയത്തിലെ നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ നെതന്യാഹു ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ, ലെബനനിലെ സൈനിക നീക്കങ്ങൾ, കരാറുകളുടെ വ്യാപനം എന്നിവയും ചർച്ചയായി. ഇസ്രയേലിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപുമായുള്ള അടുത്ത ബന്ധം രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനും ഭരണ തുടർച്ച ഉറപ്പാക്കാനുമാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.
റഷ്യൻ ആക്രമണം നേരിടുന്ന യുക്രൈനിൽ ആവശ്യമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും നയതന്ത്ര നീക്കങ്ങളുമായിരുന്നു സെലൻസ്കിയുമായുള്ള ചർച്ചയിലെ പ്രധാന അജണ്ട. US നിർമ്മിത പേട്രിയോട്ട് മിസൈൽ ഇൻസ്പെക്ടേഴ്സുകൾ യുക്രൈനിൽ തന്നെ പ്രാദേശികമായി നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസ് അനുവദിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ പ്രമുഖ US പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിന്റെ പ്രതിനിധികളുമായും സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മറ്റ് ഉഭയകക്ഷി നിർദ്ദേശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.